ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുതിയൊരു സൈറ്റിന്റെ പേരാണ് ഫാമിലി ക്ലിക്സ് എന്നാണ് സൈറ്റിന്റെ പേര്. ഓൺലൈൻ വഴി നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ് ഫാമിലി ക്ലിക്സ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ് ഫാമിലി ക്ലിക്സ്. ആദ്യമേ തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയും പോലെ തന്നെ ഇത് സ്മാർട്ട് ഫോൺ വഴി നിങ്ങൾക്ക് ചെയ്യാം. കമ്പ്യൂട്ടറോ ലാപ്പോ ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആദ്യമേ തന്നെ നമുക്ക് സൈറ്റിലേക്ക് കടക്കാം. ഇവിടെ ഗൂഗിൾ എടുത്തതിന് ശേഷം ഫാമിലി ക്ലിക്സ് എന്ന് സെർച്ച് ചെയ്യുക. FAMILYCLIX എന്നാണ് ഫാമിലി ക്ലിക്സിന്റെ സ്പെല്ലിംഗ്. ഇവിടെ ആൾറെഡി ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഫാമിലി ക്ലിക്സ് ഒന്ന് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് ശേഷം ആദ്യമേ തന്നെ ഇത് ശ്രദ്ധിക്കുക, ഫാമിലി ക്ലിക്സിന്റെ .com ചേർത്ത് വരുന്ന സൈറ്റിൽ വേണം നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട്. ഫാമിലി ക്ലിക്സ് ഓക്കെ, ഈ സൈറ്റിൽ വേണം നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട്. ആദ്യമേ തന്നെ ഫാമിലി ക്ലിക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് സൈറ്റ്. ഇതിൽ പേ ഔട്ട് വരുന്നതാണ്. ഇതിൽ പേ ഔട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പാല് അവൈലബിൾ അല്ല. ബിറ്റ് കോയിൻ ചെയ്യേണ്ട. നമുക്ക് ഇതിലുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത്, ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, എന്നാലും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന പെയർ ആണ്. പെയറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് പെയർ എന്ന് പറയുന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് വേണം നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ടോട്ടൽ കമ്പനി പെയ്ഡ് ചെയ്തിട്ടുള്ളതാണ്. ടോട്ടൽ പെയ്ഡ്, ടോട്ടൽ മെമ്പർ, എത്ര മെമ്പറാണ് ഇതിൽ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ന്യൂ മെമ്പർ, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്ന് ലോഗിൻ ആയിട്ടുള്ള ഇതാണ്, കസ്റ്റമറാണ്. ന്യൂ മെമ്പേഴ്സ് ടുഡേ 15 പേരായിട്ടുണ്ട്. യെസ്റ്റർഡേ പെയ്ഡ് ചെയ്ത എമൗണ്ട് ആണ് $93.28 ആണ്. ഫാമിലി ക്ലിക്സിന്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ഏൺ അപ് ടു 0.02 ആണ് ഒരു ക്ലിക്കിന് കിട്ടുന്നത്. റെഫറൽ ക്ലിക്കിന് 0. സെയിം എമൗണ്ട് തന്നെയാണ്. സൈൻ അപ്പ് നൗ ഉണ്ട്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് സൈൻ അപ്പ് തന്നെ ചെയ്യണം. ആൾറെഡി അക്കൗണ്ട് ഉള്ളവർ സൈൻ ഇൻ ചെയ്താൽ മതി. ഫാസ്റ്റ് ആൻഡ് സിമ്പിൾ രജിസ്ട്രേഷൻ ആണ്. കംപ്ലീറ്റ് ഈസി ടാസ്ക് കൊണ്ട് റിസീവ് ഫാസ്റ്റ് സ്റ്റേബിൾ പേയ്മെന്റ് ആണ്. ഹോം, ഏൺ മണി, അഡ്വൈസ് ഉണ്ട്, അഡ്വർടൈസ്,
ഫോറം, ലോഗിൻ, രജിസ്റ്റർ, ഗെറ്റ് സ്റ്റാർട്ടഡ് ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇത്രയാണ് ഈ ഒരു സൈറ്റിൽ വരുന്നത്. നിങ്ങളുടെ കമ്പനി, നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ പരസ്യമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം കിട്ടത്തക്ക രീതിയിൽ നിങ്ങളുടെ വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു, അതായത് ഫാമിലി ക്ലിക്സ് എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് നിങ്ങൾക്ക് ആഡായിട്ട് പോസ്റ്റ് ചെയ്യാം. ഈ പോസ്റ്റ് ചെയ്യുന്ന വർക്കിൽ വേറെ ആരെങ്കിലും കയറി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് ഈ സൈറ്റിൽ വരുന്നത്. ഒരു കാര്യം ചെയ്യാം, ആദ്യമേ തന്നെ രജിസ്റ്റർ ചെയ്യാം. എല്ലാവരും മൊബൈൽ ഉള്ളവരാണെങ്കിൽ ഗൂഗിൾ ക്രോം വഴി നോക്കുക. ഈ ഒരു സൈറ്റിന് ആപ്സ്, അതായത് ആപ്ലിക്കേഷൻ അവൈലബിൾ അല്ല. ഞാനിപ്പോൾ രജിസ്റ്റർ കൊടുക്കുകയാണ്. എൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റായിട്ട് തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കറക്റ്റായിട്ട് തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ പേപ്പർ ഐ ഡിയിൽ കൊടുത്ത പാസ്വേഡ്, അതായത് പേപ്പർ ഐ ഡിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കണം. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് കാര്യമില്ല. യൂസർ നെയിം ഞാൻ കൊടുക്കുകയാണ്. പാസ്വേഡ് കൊടുക്കുകയാണ്. നോട്ട് റോബോട്ട് കൊടുക്കുക. ഓക്കെ,
യൂസർ നെയിം ആൾറെഡി ഇൻ യൂസ് ബൈ അതർ മെമ്പർ. എൻ്റെ യൂസർ ഐ ഡി വേറെ ആരും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 2019 അക്കൗണ്ട് ഓക്കെ. വെൽക്കം ടു ഫാമിലി ക്ലിക്സ്. വുഡ് ലൈക്ക് വെൽക്കം യു ആസ് ന്യൂ മെമ്പർ ഫാമിലി ക്ലിക്സ് എഫ് ആണ് ഇത് ഇന്റർനെറ്റ്. ഓക്കെ, ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് എനിക്ക് ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നത്. മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തതായി എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. മെയിൽ വന്നില്ലെന്ന് നമ്മൾ കറക്റ്റായിട്ടുള്ള മെയിൽ അഡ്രസ്സ് തന്നെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രീതിയിൽ റോങ് വരത്തില്ല. കറക്റ്റായിട്ടുള്ള മെയിൽ അഡ്രസ്സ് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ മെയിൽ അഡ്രസ്സ് ഒരു സൈഡിൽ കൂടെ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടേക്കണം. ഓക്കെ, ഞാൻ എൻ്റെ മെയിൽ വന്നിട്ടുണ്ടോ നോക്കാം. ഇതാ വന്നിട്ടുണ്ട്. എനിക്കൊരു മെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഫാമിലി ക്ലിക്സ് സ്റ്റാഫുമായി വന്നിട്ടുണ്ട്. ഞാൻ മെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അതവിടെ ലോഡാവട്ടെ. ആക്ടിവേഷൻ്റെ ലിങ്കാണിത്. ആക്ടിവേഷൻ ഐ ഡി വന്നിട്ടുണ്ട്. യൂസർ ഐ ഡി ആക്ടിവേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ ആയിട്ടുണ്ട്. അടുത്ത ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവേഷനാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ ലിങ്കിൽ പോയിട്ട് ഓക്കെ ചെയ്തിട്ടുണ്ട്. അടുത്ത രണ്ടാമതൊരു വിൻഡോ എടുക്കണം. ആക്ടിവേഷൻ ഐ ഡി കൊടുത്തിട്ടുണ്ട് ആൾറെഡി. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് യൂസർ നെയിം അവൈലബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ. അക്കൗണ്ട് കയറിയിട്ടുണ്ട്. നമുക്ക് അതിൽ ഹോമുണ്ട്. ഏൺ മണിയാണ് നമുക്ക് എടുക്കേണ്ടത്. ഏൺ മണിയിലകത്ത് വ്യൂ അഡ്വർടൈസ്മെന്റ് ഉണ്ട്. ഏൺ മണിയിലകത്ത് വ്യൂ ആഡ്സ് ഓപ്പൺ ചെയ്യുക. ഫിക്സഡ് അഡ്വർടൈസ്മെന്റ് കാണാൻ പറ്റും. ഇതെല്ലാം വർക്കാണ്. ഓരോ വർക്കായിട്ട് നോക്കുക. ഓരോ വർക്കിന് കിട്ടുന്ന എമൗണ്ട് എഴുതിയിട്ടുണ്ട്. ഒരുപാട് അഡ്വർടൈസ്മെന്റ് ഉണ്ട്. ഇതെല്ലാം അഡ്വർടൈസ്മെന്റ് ആണ്.
നമുക്ക് ഒരുപാട് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന സൈറ്റാണ്. ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് റെഫർ ചെയ്യാനാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് 24 hours കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് വർക്ക് ആക്ടിവേഷൻ ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം വന്നത്. ഇതെല്ലാം വർക്കാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അവിടെ വന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 hours കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ആഡ് ആകത്തുള്ളൂ. ഇതൊന്ന് ഇതുപോലെ ഒരുപാട് ആഡ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഈ ഒരു വർക്ക് എല്ലാം നോക്കുക. ഇൻകമാണ്. ഡിസംബറിൽ ഏൺ ചെയ്തിട്ടുള്ളവരാണ്. ഇൻകം ഏൺ ചെയ്തിട്ടുള്ളതാണ്. ടോട്ടൽ പെയ്ഡും ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അതിനുശേഷം ഏൺ മണി എടുക്കുക. അടുത്ത കോയിൻ ഉണ്ട്. ആക്ടിവേഷൻ ആവാത്തതുകൊണ്ടാണ്. പേയ്മെന്റ് പ്രൂഫ് ഓഫർ വാൾ നോക്കാം. എമൗണ്ടുകൾ വിഡ്രോ ചെയ്തിട്ടുള്ളതാണ്.
ഫിക്സ്ഡ് അഡ്വർടൈസ്മെന്റ് ആണ്. ഒരു അഡ്വർടൈസ്മെന്റ് ഇതേപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എമൗണ്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഗെയിംസ് 4 പേരുകളായിട്ട് വന്നിട്ടില്ല. ഫോർമൽ നോക്കാം. ഫാമിലി ന്യൂസ് ആൻഡ് അനൗൺസ്മെന്റ്. ഇതിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഫാമിലി ന്യൂസ് ആൻഡ് അനൗൺസ്മെന്റ് ആണ്. റീഡ് ദ ലേറ്റസ്റ്റ് ന്യൂസ് അബൌട്ട് ഫാമിലി ക്ലിക്സ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഫാമിലി ക്ലിക്സിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 63 ടോപ്പിക് ഉണ്ട്. 1726 പോസ്റ്റ് അവൈലബിൾ ആണ്. ന്യൂ ക്യാഷ് ഔട്ട് റെഗുലേഷൻസ് ഉണ്ട്. ഇന്ന് 6:47 പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഫാമിലി ഫൺ ഗെയിംസ് ആൻഡ് കോൺടെസ്റ്റ്. ബീറ്റ് അതർ മെമ്പർ ആൻഡ് ഏൺ എക്സ്ട്രാ മണി. 55 ടോപ്പിക്കാണുള്ളത്. 1447 പോൾസ് ഉണ്ട്. പ്ലേ ഗെയിം ആൻഡ് ഏണിങ്സ്. 2018 6/4 പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഇൻസെന്റീവ് ആൻഡ് പ്രൊമോഷൻസ് ആണ്. ഗെറ്റ് അവർ ലേറ്റസ്റ്റ് പ്രൊമോഷൻസ് ആൻഡ് ഓഫേഴ്സ്. 55 ടോപ്പിക്സ് ഉണ്ട്. 941 പോസ്റ്റ് ഉണ്ട്. ഇത്രയും വർക്കുകളാണത്. അത് കഴിഞ്ഞ് അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി റൂൾസ് ആണ്. ഫാമിലി ഹോം റൂൾസ് ആൻഡ് എത്തിക്സ്. 18 ടോപ്പിക്സ് ഉണ്ട്. 16 പോസ്റ്റ്. ഫാമിലി ഹൗസ് റൂൾസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 3/1/2018 പോസ്റ്റ് 6:44. പിന്നെ ഫാമിലി ഷെയർ യുവർ സ്റ്റാറ്റ്സ് ആൻഡ് ഫാമിലി ഗ്രിഡ് സ്റ്റേറ്റ് വിത്ത് ദ ഫാമിലി. 182 ടോപ്പിക് ഉണ്ട്. 907 പോസ്റ്റ് ഉണ്ട്. ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എമൗണ്ട്. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും. എവരിത്തിങ് എൽസ് ആണ്. ഡിസ്കസ് ഹിയർ ബട്ട് ഫോളോ റൂൾസ്. 219 ടോപ്പിക്സും 517 പോസ്റ്റും ആണുള്ളത്. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആണ് കൂടുതലും. ഫീച്ചർ റിക്വസ്റ്റ്. വാണ്ട് സംതിങ് ന്യൂ ഇൻ സൈറ്റ്, ലെറ്റ് us know. 111 ടോപ്പിക്സും 257 പോസ്റ്റും. അത് കഴിഞ്ഞ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പർ ഇൻട്രൊഡക്ഷൻ ആണ്. 114 ടോപ്പിക്സും 305 പോസ്റ്റും വന്നിട്ടുണ്ട്. ന്യൂ ഫ്രം ഇറ്റലി ഹെലോ ഫാമിലി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്.
ഒരുപാടുണ്ട് ഇതേപോലെ. ഇന്റർനാഷണൽ വർക്കാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ വരുന്ന എല്ലാ വർക്കും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇന്റർനാഷണൽ ആയിട്ടുള്ള. നോക്കാം. ഫീച്ചേർഡ് ലിങ്ക് എന്നും പറഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്. ഓരോ സൈറ്റാണ്. ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ട, ആവശ്യമുള്ളവർക്ക് മാത്രം രജിസ്റ്റർ ചെയ്യാം. ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാം. വേറെ പ്ലാനാണ് വർക്ക് ചെയ്യുന്നവർക്ക്. പെർഫെക്റ്റ് മണി ഉണ്ട്, പെയർ ഉണ്ട്. ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് ഓരോ വർക്കും അതിന്റെ പ്ലാൻസുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. റഫറൽ കമ്മീഷൻ 3% ആണ്. പെർഫെക്റ്റ് മണി അക്സെപ്റ്റ് ചെയ്യും. ഇതിൽ 3 പ്ലാനാണ് ഉള്ളത്. ഇപ്പോൾ ആൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സിൽവർ, ഗോൾഡ്, ഡയമണ്ട്. ഇതിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡെപ്പോസിറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. ഇല്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. മേക്ക് എ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഡെപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ടി വരും, പക്ഷെ ബെനിഫിറ്റ് കൂടുതലാണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യണമെന്നില്ല. അക്കൗണ്ട് ഇല്ലാത്തവർ സൈനപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ സൈനപ്പ് ചെയ്താൽ മതിയാവും. ഇല്ലെന്നുണ്ട് ഇവിടെ സൈനപ്പ് ചെയ്യാം, ഇല്ല ഇവിടെ സൈനപ്പ് ചെയ്യാം. ഹോം, എബൌട്ട്, ന്യൂസ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എബൌട്ട് കമ്പനി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ്. വലിയ ഷെയർ ഉള്ള കമ്പനിയാണ്. ജസ്റ്റ് ക്ലോസ് ചെയ്യണം. ജസ്റ്റ് വേറൊരു സൈറ്റാണ്. രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെയൊക്കെ ഒരുപാട് വരും. ക്ലിക്സ് ബ്ലൂ എന്നൊക്കെ പറഞ്ഞ് വരും. അതൊന്ന് രജിസ്റ്റർ ചെയ്യാൻ നിൽക്കരുത്. ബിറ്റ് കോയിന്റെ വർക്കാണ്. ബിറ്റ് കോയിന്റെ വർക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ബിറ്റ് കോയിന്റെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ ഉള്ളൂ. ഇതിൽ ഓഫർ, സർവേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. രജിസ്ട്രേഷൻ നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും, പക്ഷെ രജിസ്റ്റർ ചെയ്യേണ്ട. ഞാൻ ക്ലോസ് ചെയ്യണം.
ഇതുപോലെയുള്ള മാക്സിമം വർക്കുകൾ നിങ്ങൾ ചെയ്യുക. ജസ്റ്റ് ഈ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് നോക്കാം. ഇൻസ്ട്രക്ഷൻസ് നമുക്കറിയാൻ സാധിക്കും. ഇതൊക്കെ ഓരോ സൈറ്റുകളാണ്. അത് ചെയ്യണ്ട. ഗോൾഡൻ ക്ലിക്സ്, Art7, സ്റ്റോപ്പ്, സ്കാർലറ്റ് ക്ലിക്സ്, ക്യാഷ് ബോക്സ്. നിങ്ങൾക്ക് ഒരുപാട് സൈറ്റിന്റെ അഡ്വർടൈസ്മെന്റ് വരും. ഇതൊന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, വീണ്ടും ഇവിടെ സൈറ്റ് വന്നിട്ടുണ്ട്. നിയോബക്സ്, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സൈറ്റാണ്. ഇൻകം കുറവാണെന്നേ ഉള്ളൂ. നിയോബക്സ് ചെയ്യണമെന്നില്ല. വർക്ക് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ ലോഗ് ഔട്ട് ചെയ്തിട്ട് തന്നെ വേണം ലോഗിൻ ചെയ്യാനായിട്ട്. ലോഗിൻ കൊടുക്കുക. നിങ്ങളുടെ യൂസർ ഐ ഡി ഇവിടെ ആഡ് ചെയ്യുക. പാസ്വേഡ് ഇവിടെ കൊടുക്കാം. സെക്കൻഡ് പാസ്വേഡ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം കൊടുക്കാം, ഇല്ലെങ്കിൽ പാസ്വേഡ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓപ്ഷനിലാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഐ ആം നോട്ട് റോബോട്ട് കൊടുക്കുക. അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അതൊരു സെലക്ട് ഇമേജ് വിത്ത് ക്രോസ് വാൾക്കാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ക്രോസ് വാൾക്ക്. ഓക്കെ, ആ ക്രോസ് വാൾക്ക് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അതാണ്ട് ഇവിടെ ഒരു ക്രോസ് വാൾക്ക് ഉണ്ട്, ഇവിടെയുണ്ട്. ഈ ഇത്ര ഇമേജില് 9 ഇമേജില് ക്രോസ് വാൾക്ക് എവിടെയൊക്കെ ഉണ്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ വെരിഫൈ കൊടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇമെയിൽ അഡ്രസ്സും എൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല. കാരണം 24 hours ആവാത്തതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. 24 hours ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പാസ്വേഡ് എന്തെങ്കിലും കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗെറ്റ് മൈ പാസ്വേഡ് കൊടുക്കാം. ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് ഫോർഗെറ്റ് മൈ പാസ്വേഡ് കൊടുത്താൽ മതി. നമുക്ക് ഇമെയിലിലേക്ക് ഒരു പാസ്വേഡ് ചേഞ്ച് ചെയ്ത് അയച്ചു തരും. ഓക്കെ, വ്യൂ അഡ്വർടൈസ്മെന്റ് ആണ് നമ്മൾ ഇതിൽ എടുക്കേണ്ടത്. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏൺ മണിയിനകത്ത് വ്യൂ ആഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിലാണ് ഇങ്ങനെ ആഡ്സ് വന്നിട്ടുള്ളത്. ഒരുപാട് ആഡ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ആഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. 3 ആഡ്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഇൻകം കിട്ടും നിങ്ങൾക്ക്. മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യണം. നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് കൂടിയാണിത്. ഓക്കെ, ഒരുപാട് ഇതേപോലത്തെ ആഡ്സ് ഉണ്ട്.
മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇൻകം ഏൺ ചെയ്യുക. അതേപോലെ ഇവിടുത്തെ പേര് കൊടുത്തിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്ത വിൻഡോ ഓപ്പൺ ആവും. വിൻഡോയിൽ ഒരു 15 അല്ലെങ്കിൽ 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ 30 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു തലകീഴായിട്ടുള്ള ഒരു ഫോട്ടോ വരും. ആ ഫോട്ടോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ആ ഒരു വർക്ക് നിങ്ങളുടെ കഴിഞ്ഞു. അങ്ങനെ ഇതേപോലെയുള്ള എല്ലാ വർക്കിലും നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ പറ്റും. എല്ലാ വർക്കിലും ഇതേപോലെ തന്നെയാണ്. മൊബൈൽ വഴി ചെയ്യുന്നവർക്കാണെങ്കിൽ ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം ഗൂഗിൾ ക്രോം വഴിയും ഇതേ പ്രോസസ്സ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഗൂഗിൾ ക്രോം വഴി നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഗൂഗിൾ ക്രോമിൽ ചെയ്യാൻ കഴിയാത്തവർ മാത്രം യൂസി ബ്രൗസറോ ഒപ്പേറ മിനിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ബ്രൗസറിന്റെ സഹായം തേടണം. മാക്സിമം ഗൂഗിൾ ക്രോം വഴി തന്നെ മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക. ഗൂഗിൾ ക്രോം ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. എല്ലാ ആർട്സ് ആണ് കിട്ടുന്ന എമൗണ്ട് ആണിത്. ആ ഒരു വർക്കിൽ കൈകയറി താഴ്ന്ന സമയത്ത് ആ ഒരു വർക്ക് ഓപ്പൺ ചെയ്ത സമയത്ത് ആ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് വർക്ക് വന്നതാണിത്. ഓക്കെ, അതിലും വർക്കുകൾ ഒരുപാടുണ്ട്. ഓരോ വർക്കിൻ്റെ അകത്ത് ഒരുപാട് വർക്കുകൾ ഉണ്ടാവും. മാക്സിമം വർക്ക് ചെയ്യാം. ഇതിൽ ജസ്റ്റ് അഡ്വർടൈസ്മെന്റ് മാത്രമാണ് ഈ ഒരു സൈറ്റിൽ വരുന്നത്. സൈനപ്പോ സർവേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിൽ നോക്കാം. ഏൺ മണിയിനകത്ത് ബോണസ് ഗെയിം ഉണ്ട്. ഗെയിം കളിച്ച് നമുക്ക് ബോണസ് ആയിട്ട് എമൗണ്ട് ഫ്ലിപ്പ് ദ കോയിൻ, അതായത് ചെറിയ ചെറിയ വർക്കാണ്. അതിൽ കോയിൻ ഏൺ ചെയ്യാനായിട്ടാണ് നമുക്ക് സാധിക്കുന്നത്. മൈ ആർട്സ് വാൾ, ഇതിൻ്റെ അകത്ത് ഒരുപാട് ആർട്സ് വരും. നമുക്കായിട്ട് ഒരു ദിവസം നിശ്ചിത ആഡ് കിട്ടും. ഈ ആർട്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇൻകം ഏൺ ചെയ്യാനായിട്ടും ഈ ഒരു സൈറ്റ് വഴി പറ്റും. പിന്നെ ഫാമിലി ഗ്രിഡാണ്. ഫാമിലി ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 ക്ലിക്കുള്ള ഒരു ഗ്രിഡിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടാവും. ഈ ഫോട്ടോയുടെ അകത്ത് ഒരുപാട് കോളംസ് ഉണ്ടാവും. ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇൻകം കിട്ടും. ചില ഒറ്റ ക്ലിക്കിൽ തന്നെ $50 വരെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അത് ലക്കാണ്, ഓരോരുത്തരുടെ ഭാഗ്യപരീക്ഷണമാണ്. ജസ്റ്റ് നമുക്ക് ഒരു ദിവസം 20 ക്ലിക്ക് വരെ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഈ 20 ക്ലിക്സിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഡെയിലി നിങ്ങൾക്ക് അതിലുള്ള ഡെയിലി 20 ക്ലിക്സ് മാത്രമേ അതിൽ അവൈലബിൾ ആയിട്ട് വരത്തുള്ളൂ. 20 ക്ലിക്കിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓരോ ക്ലിക്കിനും 0.1 കിട്ടും. 20 നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഒരു പക്ഷേ എന്തെങ്കിലും എമൗണ്ട് കൂടുതൽ കിട്ടാനുള്ള സാധ്യത അതിൽ കൂടുതലാണ്. ഫാമിലി ഗ്രിഡിൽ സെയിം ആണ്. പേയ്മെന്റ് പ്രൂഫ്, ഓഫർ വാളിൻ്റെ അകത്ത് ഒരുപാട് ഓഫറുകൾ വരും. നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഈ ഒരു സൈറ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള ഓഫറോ കാര്യങ്ങളോ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ ഓഫർ വാളിൻ്റെ അകത്താണ് ആഡ് ചെയ്യുന്നത്. ഈ ഓഫർ വാൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള ഓഫറുകളും കാര്യങ്ങളും ആ വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻ അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ടാവും. ഇൻസ്ട്രക്ഷൻ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഈ ഒരു വർക്ക് ചെയ്താൽ മതിയാവും. ഇൻസ്ട്രക്ഷൻസിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, എത്ര ടൈമിനുള്ളിൽ ചെയ്യണം എന്നൊക്കെ ഇതിലുണ്ട്. ഈ ഒരു വർക്കിന് ടൈം ലിമിറ്റോ ടാർഗറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഫ്രീ ആവുന്ന സമയത്ത്, ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന വർക്ക്, അതായത് ഒരു വർക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം റിമൂവ് ചെയ്യുക. അറ്റ് എ ടൈം 2 ഡിവൈസിൽ ഉപയോഗിക്കാൻ പാടില്ല. ഒരേ സമയം ലോഗിൻ ചെയ്യാൻ പാടില്ല. ഒരു ഡിവൈസിൽ ലോഗിൻ ചെയ്തതിന് ശേഷം മറ്റൊരു ഡിവൈസിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ ഒന്നിൽ ലോഗ് ഔട്ട് ചെയ്തിട്ട് വേണം മറ്റൊന്നിൽ ലോഗിൻ ചെയ്യാനായിട്ട്. ഒന്നിൽ ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം വേറൊന്നിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ഡിവൈസിൽ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്നിൽ കൂടുതൽ അക്കൗണ്ട്, ഒരു മെയിൽ അഡ്രസ്സ് വെച്ചിട്ട് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല.
ഓരോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും, അതായത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിലിലേക്ക് ആക്ടിവേഷൻ ലിങ്ക് വരും. ഞാൻ ഒന്നും കൂടെ എടുത്ത് കാണിച്ചു തരാം. എനിക്ക് വന്നിട്ടുള്ള ഇതാണ് ആക്ടിവേഷൻ മെമ്പർഷിപ്പ് ഫാമിലി ക്ലിക്സ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ ആദ്യം തരുന്ന ലിങ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. എൻ്റെ ആക്ടിവേഷൻ ലിങ്ക് ആണ്. ഫാമിലി ക്ലിക്സിന്റെ ആക്ടിവേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. യൂസർ നെയിം എൻ്റെ യൂസർ നെയിമാണ്. എൻ്റെ യൂസർ നെയിം ആക്ടിവേഷൻ ID ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എൻ്റെ യൂസർ ID 123222019 എന്നാണ് ആക്ടിവേഷൻ. എൻ്റെ ആക്ടിവേഷൻ ID ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ family-clicks.comന്റെ ആക്ടിവേഷൻ കോഡ് വന്നിട്ടില്ലെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് റീസെന്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. റീസെന്റ് ചെയ്ത് തരും. ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇൻബോക്സിന്റെ അകത്ത് സ്പാം എന്ന് പറയുന്ന ഫോൾഡറിലൊന്നും വരത്തില്ല. സ്പാം ഫോൾഡറൊക്കെ ഫ്രീ ആണ്. പിന്നെ റെഫറൽ കോൺടെസ്റ്റ് ആണ്. നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും റെഫർ ചെയ്യണമെങ്കിൽ, അതായത് ഇതിലേക്ക് ഒരാളെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ റെഫറൽ ലിങ്ക് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ഈ ലിങ്ക് വഴിയാണ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര % കമ്മീഷൻ ഉണ്ട്. അവർ ഓരോ ക്ലിക്ക്, അതായത് ഓരോ ആഡ്സ് കാണും തോറും നിങ്ങൾക്ക് നിശ്ചിത ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ റെഫർ ചെയ്ത് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അതായത് MLM മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആളെ ചേർക്കുന്ന പരിപാടിയാണെന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. റെഫർ ചെയ്യണം എന്നുള്ളവർ മാത്രം റെഫർ ചെയ്താൽ മതി. റെഫർ ചെയ്തില്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. റെഫർ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. പോയിന്റ് കോൺടെസ്റ്റ്, ഈ പോയിന്റ് കോൺടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഇതാണ് പോയിന്റ് കോൺടെസ്റ്റ്. ഈ പോയിന്റ് കോൺടെസ്റ്റിൽ ഒരുപാട് പോയിന്റ് മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോളർ ബേസിലല്ല, പോയിന്റ് ബേസിലാണ്. അതായത് ഒരുപാട് പോയിന്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡോളർ ബേസിലേക്ക് ഇത് കൺവെർട്ട് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതാണ്. ഇതിൽ ചെറിയ വർക്കുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിൽ പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് ബോണസ് ഗെയിം കളിച്ചാലും ഇൻകം കിട്ടും. എന്ന് വെച്ചാൽ ഗെയിം കളിക്കണം നിർബന്ധമില്ല, ഓൺലൈൻ ഗെയിം ആയിരിക്കും. ഗെയിമിന്റെ ലിസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടാവും, കാറ്റഗറി തിരിച്ച് തന്നിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ആ ഗെയിം എടുക്കാം. അഡ്വഞ്ചർ ആണെങ്കിലോ ആക്ഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ റൈസിങ് ആണെങ്കിലോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻ വരും. ഇതിൽ ഏത് ഓപ്ഷനാണോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് താല്പര്യം, ഈ ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവർ മാത്രം കളിച്ചാൽ മതി. പിന്നെ വ്യൂ ആഡ്സ് ന്യൂ ആണ്. ഈ ന്യൂവിനകത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള ആഡ്സും കാര്യങ്ങളും എല്ലാം അതായത് മൈ ആഡ്സ് വാളിൻ്റെ അകത്ത് പുതുതായിട്ട് വന്നിട്ടുള്ളതെല്ലാം ഇതിൽ അറിയാനായിട്ട് സാധിക്കും. അപ്പം മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു സൈറ്റ് വഴി പിന്നെ ഏൺ ചെയ്യുക. ഇതിൽ ലോഗിൻ ചെയ്യുക. ഇതേപോലെ അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഇതേപോലെ ലോഗൗട്ടിന്റെ ഓപ്ഷൻ കാണും. ലോഗൗട്ട് ചെയ്തിട്ട് തന്നെ ഇറങ്ങണം. ലോഗൗട്ട് ചെയ്യാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്ലോക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ലോഗൗട്ട് ചെയ്തിട്ട് തന്നെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും നല്ല രീതിയിൽ ഈ സൈറ്റ് വഴി, അതായത് ഫാമിലി ക്ലിക്സ് വഴി ഇൻകം ഏൺ ചെയ്യുക. അപ്പം എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നല്ലപോലെ വർക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.